പ്രൈസ് ഗോഡ്. ഈ ഒരു ഒക്ടോബർ മാസം ജപമാല മാസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സ്നേഹം അനുഭവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആദ്യമേ തന്നെ ആശംസിക്കുന്നു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈ ഒരു ജപമാലയെക്കുറിച്ചുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറയുവാണെങ്കിൽ, പഠിക്കുന്ന സമയത്ത്, സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ജപമാലയൊക്കെ എന്താ പറയുക, ചെല്ലാനൊക്കെ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു ആത്മാർത്ഥതയോടെങ്കിലും ചെല്ലാനൊക്കെ തുടങ്ങി. അതല്ല, ശരിക്കും പറഞ്ഞാൽ ലാസ്റ്റ് പിടിവള്ളി, ഇനി ഇതേ ഉള്ളൂ അവസാന വള്ളി, ജയിക്കാൻ അല്ലെങ്കിൽ മാർക്ക് മേടിക്കാനുള്ള ആ ഒരു സെറ്റപ്പിലായിരുന്നു തുടങ്ങിയത്. ജപമാലയൊക്കെ പിടിച്ച് പരീക്ഷ എഴുതുക എന്നുള്ളത്. പക്ഷെ ആ സമയത്തൊന്നും ഇതിൻ്റെ പവറോ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ ഒന്നും എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീടുള്ള പഠനങ്ങളിലും പരീക്ഷകളിലും ജോലികളിലും ജീവിതത്തിലൊക്കെയാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസും ഇതിൻ്റെ ഒരു പവറും ശക്തിയൊക്കെ ഞാൻ റിയലൈസ് ചെയ്തത്. അപ്പം അതിനുശേഷം എപ്പോഴും ഒരു ജപമാല എൻ്റെ കയ്യിലുണ്ട്. ഒരു 10 മണിക്കൊന്നും എപ്പോഴും കയ്യിൽ കാണാറുണ്ട്. അപ്പം അത് എവിടെയെങ്കിലും വെച്ചൊന്ന് മറന്നു പോവുമോ, എവിടെയെങ്കിലും ഒന്ന് വിട്ടുപോവുകയൊക്കെ ചെയ്താൽ ഭയങ്കര ഒരു മിസ് ഔട്ട് ഫീലിങ്സ് ഒക്കെ ഉണ്ടാകാറുണ്ട്. ചിലപ്പോൾ അത് കയ്യിലിരിക്കുന്നത് അറിയത്തില്ല, കയ്യിലിരുന്നാൽ ചിലപ്പോൾ ജപമാലയും ചെല്ലത്തില്ല. പക്ഷേ അത് കൂടെ ഉള്ളപ്പോൾ ഒരു ശക്തി, ഒരു പവർ, ഒരു പ്രസൻസ് എനിക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊക്കെയാണ്. പിന്നെ പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ അറിയുന്നത് ഡിഗ്രി സമയത്ത് 33 ദിവസത്തെ വിമല ഹൃദയ പ്രതിഷ്ഠ ചെയ്തായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആ ഒരു ബുക്കിലൂടെയാണ് കൂടുതലായിട്ട് അമ്മയുടെ ഒരു ഇമ്പോർട്ടൻസും അമ്മയിൽ ആശ്രയിച്ച് ഈശോയിലോട്ട് എത്തുന്ന കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പം നമ്മളായാലും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം നമുക്ക് കുറേ അയോഗ്യതകളുണ്ട്, നമ്മുടെ കുറവുകൾ, ബലഹീനതകളൊക്കെ. അപ്പം ആ ഒരു അയോഗ്യതകളിലായിരിക്കും നമ്മൾ ചിലപ്പം കുർബാന സ്വീകരിക്കാനൊക്കെ നമുക്കൊരു ബുദ്ധിമുട്ട് വരും. പക്ഷേ പരിശുദ്ധ അമ്മയോട് ചേർന്ന്, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് നിന്ന് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ നമുക്ക് ആ അയോഗ്യതകളൊക്കെ അമ്മ കുറേയൊക്കെ മുടിക്കളഞ്ഞ് നമ്മളെ കുറച്ചുകൂടെ യോഗ്യതയുള്ളവളാക്കി മാറ്റും എന്നൊക്കെ ആ ബുക്കിലുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എപ്പോഴും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പം പരിശുദ്ധ അമ്മയുടെ ഹൃദയം എനിക്ക് കടം തരണേ, അമ്മയുടെ ഹൃദയത്തോട് ചേർന്ന് എനിക്ക് ഈശോയെ സ്വീകരിക്കാൻ പറ്റണേ. ചിലപ്പോൾ ആ കുർബാനയിൽ മൊത്തം ഉഴപ്പിയാലും ലാസ്റ്റ് ആ മൊമെൻ്റ് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് കുർബാന സ്വീകരിക്കുന്നത്. പിന്നെ ഉള്ളത് ലൂക്കായുടെ സുവിശേഷം 1:46 മുതൽ മറിയത്തിൻ്റെ സ്തോത്രഗീതം. അതും റെഗുലറായിട്ട് വായിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ശരിക്കും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ആ വചനമൊക്കെ ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നിട്ടുണ്ട്. അപ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും പ്രാപിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.